വെൽക്കം ബാക്ക്. ഒരു അടിപൊളി ബിസിനസ്, വെറുതെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ നമുക്ക് മന്ത്ലി 25,000 വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആപ്പിൻ്റെ പേര് ഷോപ്പ് 101. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഷോപ്പ് 101ൻ്റെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പോകുന്നത് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും. അവിടെ നിന്നും ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യാം. അതർവേ പ്ലേ സ്റ്റോർ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ കാണും. എനി ടൈം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഓപ്പൺ. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഏജ് കൊടുക്കാം. ഒക്കുപ്പേഷൻ അത് കൊടുക്കാം. നമുക്ക് ഏത് ലാംഗ്വേജിലാണ് ഇത് കാണേണ്ടത്, മലയാളത്തിലാണെങ്കിൽ മലയാളം എന്ന് കൊടുക്കാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാം. നേരത്തെ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് 152 ക്രെഡിറ്റ്സ് ഏണായിട്ട് കാണുന്നത്. 101ൻ്റെ ഡാഷ് ബോർഡാണിത്. മുകളിൽ കാണുന്നത് കാറ്റഗറിയാണ്. ഏത് കാറ്റഗറിയിൽപ്പെട്ട പ്രൊഡക്റ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് മുകളിൽ തന്നെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെൻസ്, വുമൻസ്, കിഡ്സ്, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കാണാൻ പറ്റും. മുകളിൽ കാണുന്ന സെർച്ച് പ്രൊഡക്റ്റ്, അവിടെ നമുക്ക് ഇതിൻ്റെ കോഡ് ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ സെർച്ച് ചെയ്തിട്ട് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം. ഷെയർ, യെല്ലോ ക്ലിക്ക്, ദെൻ വാട്സപ്പിൽ കാണുന്ന നമ്മുടെ കോൺടാക്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ 172 ക്രെഡിറ്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഡെയിലി നമ്മൾ ഓരോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രെഡിറ്റ്സ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല ഡിസ്കൗണ്ടോടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സൈസ് സെലക്ട് ചെയ്തു. ദെൻ കണ്ടിന്യൂ അല്ലെങ്കിൽ തുടരുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട്. പ്രൊഡക്റ്റ് പ്രൈസ് 288 രൂപ. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇതിൻ്റെ കോഡും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള സ്കോർ ആഡ് ആവണമെങ്കിൽ വീണ്ടും ഷോപ്പിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. അന്നേരം നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള സ്കോർ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നിന്നും മൈനസ് ആയിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരിക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ഏത് അഡ്രസ്സിലേക്കാണ് വരേണ്ടത് ആ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഏരിയ ഇതൊക്കെ കറക്റ്റ് കൊടുക്കണം. ദെൻ ആഡ് അഡ്രസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അഡ്രസ്സ് അവിടെ ആഡ് ആയിട്ടുണ്ടാകും. താഴെ കാണുന്ന പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യാം. സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് പ്ലേസ് ആയി കഴിഞ്ഞു. ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ആവുന്ന ടൈമിൽ ക്യാഷ് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് വാട്സപ്പിലൂടെ ഓരോ പ്രൊഡക്റ്റും ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഏൺ ചെയ്തുകൊണ്ടിരിക്കും. വ്യൂ ക്രെഡിറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്രെഡിറ്റ്സ്, കിട്ടിയ റിവാർഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് 30 രൂപയാണ്. അതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു SMS വരും. ആ SMS നോക്കി നമുക്ക് ട്രാക്ക് ഫോളോ അപ്പ് ചെയ്യാം. ക്ലിക്ക് ലിങ്ക്. ട്രാക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ വരെ എത്തി എന്നുള്ളത്. ഷോപ്പ് 101 ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ്. പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു.
മെസ്സേജിൽ പോയി കഴിഞ്ഞാൽ SMS നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളെ കിട്ടിയിട്ടില്ല എങ്കിൽ, ഇപ്പോൾ പ്രൊഡക്റ്റ് കൊണ്ട് വരുന്ന സമയത്ത് എന്നെ വിളിച്ച് കിട്ടിയില്ല, അപ്പോൾ അന്നേരം നമുക്ക് വന്ന SMS ആണിത്. ട്രാക്ക് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് ഇവിടെ കറക്റ്റ് നമുക്കിത് കാണാൻ പറ്റും. നമുക്ക് ഈ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി വീണ്ടും ഡെലിവറി ആവണമെങ്കിൽ ഈ വന്നിരിക്കുന്ന SMS ഇതിൽ നമുക്ക് ടച്ച് ചെയ്യാം. ട്രാക്ക് ഇവിടെ കറക്റ്റ് നമുക്കിത് കാണാൻ പറ്റും. ഇനി ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ഡെലിവറി എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി വീണ്ടും നമുക്കിത് വേണം, വീട്ടിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കളറ് ക്ലിക്ക് ചെയ്യാം. അന്നേരം നമുക്ക് വേറൊരു ഡേറ്റും കൂടി ഇവിടെ പ്രിഫർ ചെയ്യാം. സബ്മിറ്റ് കൊടുത്തു. ഒന്നുകിൽ ക്യാൻസൽ ചെയ്യാം, ഇല്ലെങ്കിൽ അത് വീണ്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഡേറ്റ് വീട്ടിലുണ്ടാകുന്ന ഒരു ഡേറ്റ് നമ്മൾ അതിൽ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതേ പ്രൊഡക്റ്റ് തന്നെ വീട്ടിലെത്തുന്നതായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഷോപ്പ് 101 ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഇനി വീട്ടിലെത്തിയാൽ മാത്രമേ അതിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കറക്റ്റ് ഡേറ്റിൽ തന്നെ ഡെലിവറി ആയിട്ടുണ്ട്. ലോ പ്രൈസിൻ്റെ പ്രൊഡക്റ്റായിട്ട് പോലും നല്ല ക്ലോത്താണ്, നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. വളരെ നല്ല സർവീസാണ് ഷോപ്പ് 101 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്, വളരെ ഷോർട്ടാണ് ഇതിൻ്റെ സ്ലീവ്. അതുകൊണ്ട് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ആപ്പ് ഓപ്പൺ ചെയ്യാം. ദെൻ 3 ലൈൻസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ എന്നുള്ളത്, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എടുക്കാം. ദെൻ ട്രാക്ക് യുവർ ഓർഡേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അന്നേരം ഷിപ്പ്ഡ് ഡെലിവേർഡ് എന്ന് കാണും. ഓൾറെഡി ഡെലിവേർഡായ പ്രൊഡക്റ്റാണ് ഇനി നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഷിപ്പ്ഡ് ഡെലിവേർഡ് എന്നുള്ളത് ടച്ച് ചെയ്തു. അന്നേരം ഈ പ്രൊഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഡെലിവേർഡ് ആയിട്ടുള്ളത്. ഇതിനെനിക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ഓർഡർ എന്നുള്ളത് ഇവിടെ ഒന്നുകൂടി ടച്ച് ചെയ്യാം. ഈ ഓപ്ഷൻസ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് നോട്ട് ഗുഡ് എന്നുള്ളത് ഞാൻ ടിക്ക് ചെയ്തു. ദെൻ ക്വാണ്ടിറ്റി, എത്ര എണ്ണമാണ് റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ എണ്ണം കൊടുക്കാം. ദെൻ നമ്മൾ ഈ ഓർഡർ ചെയ്യുന്ന ഇമേജ് ഓൾറെഡി നമ്മുടെ ഗാലറിയിൽ ഉണ്ടായിരിക്കണം, അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തു. ഇവിടെ ഇതിൻ്റെ സ്ലീവ് വളരെ ചെറുതാണെന്നാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഓൾറെഡി ഇവിടെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റൂ. ശരിക്കും റിട്ടേൺ ആക്കാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം റേസ് റിട്ടേൺ റിക്വസ്റ്റ്, നമുക്ക് റിക്വസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി റിക്വസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, റിട്ടേൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 258 ആണ്. ശരിക്കും ഷെയർ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ക്രെഡിറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു 30 രൂപയുടെ. ആ 30 രൂപ മൈനസ് ചെയ്തിട്ടാണ് എനിക്ക് 228 രൂപ ഞാൻ പേ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ 30 രൂപ എനിക്ക് വീണ്ടും എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആവും. റീഫണ്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തത് കൊണ്ട് അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് റീഫണ്ടായി. അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നതും KYC റെഡിയാക്കുന്നതൊക്കെ എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഷോപ്പ് 101 വളരെ നല്ല സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ച് വെറുതെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വരുമാനം നേടാം. അത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഷോപ്പ് 101ൻ്റെ ഫുൾ ഫീച്ചേഴ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.